കള്ളൻ കൃഷ്ണനും കള്ളൻ കൊച്ചാപ്പി. ആശാനെ, ഇവന്മാരുടെ തലയെ വരച്ചത് നമ്മൾ എവിടെയെങ്കിലും വരച്ചാൽ മതിയായിരുന്നു. വരയ്ക്കണ്ട ആശാനെ, വെറുതെ ഒന്ന് പോറിയാ മതിയായിരുന്നു. നമുക്ക് നമ്മുടെ ധർമ്മം ചെയ്യാം. പിന്നെ ചെയ്യാം, വാ. ചിറ്റാരിക്കടവിൽ ദിവ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പതേ ചിറ്റാരിക്കടവിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ബോംബെയിൽ, സിംഗപ്പൂരിൽ, മലേഷ്യയിൽ, അബുദാബി, ദുബായിൽ എന്ന് വേണ്ട കിഷ്കിന്ധയിൽ പോലും ഇന്ന് ഞങ്ങളുടെ പേര് കേട്ട 4 പേരറിയും. വെറുതെ അല്ല, കഷ്ടപ്പെട്ട് 4 കാശുണ്ടാക്കിയത് കൊണ്ടാ. കാശുണ്ടാക്കി മടുത്തപ്പോൾ സ്വന്തം നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ ഒരു മോഹം. എന്തായിരുന്നു ബിസിനസ്? കയറ്റുമതി. കയറ്റുമതി എന്ന് വെച്ചാൽ ഇറക്കുമതിയുടെ സാധനങ്ങൾ കയറ്റി അയക്കും. അതെ, ഇറക്കുമതി സാധനങ്ങൾ കയറ്റി അയക്കുന്നു. ഇപ്പൊ ചേട്ടാ ഒരു കാര്യം പറയാനുണ്ടോ? ഒന്നും ചോന്നേ. എന്നെയാണോ? പിന്നെ അല്ലാണ്ട് എന്നെ ഞാൻ തന്നെ വിളിക്കോ? ഒന്നും വന്നേ. പറഞ്ഞാലും മനസ്സിലാവുക. അയ്യോ, പറഞ്ഞ മനസ്സിലാവും. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് അവരോട് കുറച്ച് കാശ് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു തരാം. അതെ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. എന്നാ പിന്നെ എന്താണ് ബിസിനസ്, എവിടെയായിരുന്നു, എങ്ങനെയാണ് കാശുണ്ടാക്കിയതെന്നും ചിക്കിപ്പറക്കി ചോദിക്കരുത്. അതൊന്നും ചിലപ്പോൾ അവർക്ക് പിടിച്ചെന്ന് വരില്ല കേട്ടോ. നമസ്കാരം. MLA സാർ വരണം. എലിക്കുട്ടി, ഞാൻ ഈ സാരി ഉടുക്കണോ അത് ഉടുത്തിരിക്കുന്ന തന്നെ ഉടുത്താൽ മതിയോ? എന്റെ കാർത്തു ഞാനും തന്നെ ആലോചിക്കുന്നു ഏത് സാരി ഉടുക്കേണ്ടതെന്ന്. ഞങ്ങളോട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞിരിക്കുക. എന്ത് വേണമെന്ന് തീരുമാനിച്ചില്ല. അങ്ങാടി നല്ലൊരു ഹോട്ടൽ തുടങ്ങും. ബിരിയാണിയും കോഴിയും. ഹോട്ടലൊന്നും വേണ്ട, അതൊക്കെ നാണക്കേടാ. 5-10 ലോറി വാങ്ങി റോട്ടിൽ ഓടിച്ചാലോ? അത് വേണ്ട. അതിനേക്കാൾ നല്ല 10-20 ആനകളെ മേടിച്ചിരുന്നതാ. ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ കൂലിക്ക് കൊടുക്കാലോ. അത് കൊള്ളാം. എന്ത് വാങ്ങിയാലും തുടങ്ങിയാലും ഞങ്ങളൊന്നും മറക്കരുത്. ആലോചിക്കാം അല്ലേ ദിവസേ? നോക്കാം. ഈ മീൻ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? വേഗം തേച്ച് കറി വെച്ചേ, ചീഞ്ഞു തുടങ്ങി. ഇതിന് ഉപ്പുമില്ല മുളകുമില്ല. നീ എന്താ കാണിച്ചു വെച്ചേക്കണേ? അപ്പുറത്ത് എല്ലാവരും ഊണ് കാത്തിരിക്കും. കല്യാണം മുടങ്ങിയതിന് എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഒന്നില്ലെങ്കിൽ നമ്മൾ വലിയ പണക്കാരായില്ലേ? നിന്ന് ചിലക്കാതെ പോയെ, എനിക്ക് പ്രാന്ത് എടുക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ തോന്നും പ്രാന്തുണ്ടെന്ന്. പോയി പാടി ജാക്കറ്റ് ഒന്ന് മാറ്റിക്കൂടെ? മല്ലിക, ഹായ് കൊച്ചാക്ക്, എല്ലാവരും ഉണ്ടല്ലോ. വേണ്ട മിണ്ടണ്ട, പിണക്കാ ഞങ്ങൾ. എന്താ പിണങ്ങിയത്? നീ വലിയ കാശാരിയായില്ലേ? ഭയങ്കര പത്രാസായിട്ടുണ്ടാവുന്ന നാണിട്ടല്ല പറഞ്ഞല്ലോ. അല്ല പത്രാസുണ്ടോ? ഹേ, എനിക്ക് പത്രാസൊന്നുമില്ല, മോളിക്ക. മല്ലികെ, ഇല്ലത്തെ പറമ്പിൽ ചെമ്പകം പൂത്ത് നിറയെ പോണ്ട്. സാറേ, നമ്മുടെ ഏതാ വണ്ടി? ഇറങ്ങട്ടെ. രണ്ടാളും കുടുംബസമേതം വീട്ടിലേക്ക് കയറണം സാർ. ഞങ്ങൾ ഓക്കെ സാർ. നാട്ടിലെ പ്രമുഖന്മാരല്ലേ കയറി ഇറങ്ങുന്നത്? അതെ, വരുമടോ. എല്ലാവരും വരും, അല്ലെങ്കിൽ വരുത്തും. അല്ലേ കൃഷ്ണ? പിന്നെ ഈപ്പം മാപ്പിളക്ക് കുറച്ച് ക്യാഷ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. താൻ എന്താണ് വിളിച്ചത്? മുതലാളിന്ന്. ആ വിളിക്കൊരു സുഖമുണ്ടല്ലേ കൊച്ചാപ്പി? പിന്നെ കൃഷ്ണൻ മുതലാളി, കൊച്ചാപ്പി മുതലാളി. ഇനി നാട്ടുകാരെ മുഴുവൻ അങ്ങനെയല്ലേ വിളിക്കൂ? വിളിച്ചിരിക്കണം. ഇല്ലെങ്കിൽ വിളിപ്പിക്കും. അതിനാ ഞങ്ങള്. മല്ലികയുടെ അച്ഛൻ കള്ളൻ കൃഷ്ണൻ. ഇതാണ് ഈ പെരുക്കി പിള്ളേര്. കള്ളൻ കൃഷ്ണനും കള്ളൻ കൊച്ചാപ്പിയും ഇന്ന് കൃഷ്ണൻ മുതലാളിയും കൊച്ചാപ്പി മുതലാളിയുമാണ്. ഗൃഹമാസത്തിലെ രാത്രി നീ മറന്നിട്ടില്ലല്ലോ കൊച്ചാപ്പി? ഞാനൊന്നും മറന്നിട്ടില്ല കൃഷ്ണ. ആ രാത്രിയുടെ കടം അതിനിയും ബാക്കിയുണ്ട്. ഓരോന്നിനും എണ്ണി കണക്ക് ചോദിക്കണം. ഇനി ഈ ചിറ്റാരിക്കടവില് നമ്മുടെ ദിവസങ്ങളാണ്. മാന്യ മഹാജനങ്ങളെ, ഈ സന്ദർഭത്തിൽ സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ പുറത്തോട്ട് വരുന്നില്ല. ഇതാ നമ്മുടെ നാടിന്റെ രോമാഞ്ച കഞ്ചുകമായ K&K ചിറ്റാരിക്കടവിന്റെ കണ്ണും കരളുമായ K&K. സുഹൃത്തുക്കളെ, ഉദാരമതികളും വിശാല ഹൃദയരുമായ ഇവർ
ചിറ്റാരിക്കടവിനെ സ്വർഗമാക്കാൻ പോവുകയാണ്. ചിറ്റാരിപ്പുഴയിലൂടെ തേരും ഇനി നമുക്ക് കാണാം. പാവികളെ, നിങ്ങൾക്ക് സമാധാനന്റെ കണ്ണും കരളുമായ KNKയുടെ ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി റവറന്റ് ഫാദർ ആന്റണി പാറമേൽ ഈ വീഞ്ഞ് പങ്കുവെച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. വീഞ്ഞ് കുടിക്കുമ്പോ ചിയേഴ്സ് പറയാൻ പാടില്ല. അച്ചോ, അച്ഛന്റെ ഒരു തുള്ളി വീഞ്ഞ് അകത്താക്കിയിട്ട് ഞാൻ പറയുകയല്ല. അമ്പലത്തിലെ കൃഷ്ണന്റെ വക ആനയെ നടയിരുത്തലും പള്ളിയിലെ കൊച്ചാപ്പിയുടെ വക തിരുനാൾ കഴിക്കലും എല്ലാത്തിനും ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരും മുമ്പില്. ഭണ്ണാരപ്പെട്ടിക്ക് കള്ളനും പോലീസും ഉള്ള വ്യത്യാസം ഉണ്ടോ കേശു? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം സംഭവാമി യുഗേ യുഗേ. അച്ചോ, നിങ്ങളുടെ വേദത്തിലും ഇല്ലേ ഇത്തരം അർത്ഥം വരുന്ന ചില വചനങ്ങളൊക്കെ? ഇനി കാണണോ? ആദ്യം ഇടാൻ പറ്റുമോ? പ്രയാസമാ. എന്ത് പ്രയാസം? അകത്തധികം ആളോ വേണമെങ്കിൽ 10-5 തരാം. ആദ്യം കാശിന് മഞ്ഞോണെങ്കിൽ തരാന്ന്. എന്നാണ് നീക്ക് കാശ് കാണാൻ തുടങ്ങിയത്? കുറ്റിച്ച തരട്ടിക്കുന്ന പൊടിയും തട്ടിട്ട് അത് സമയമൊന്നായില്ല. കേശു, ദാമൂനും ജോസിനെ നിനക്ക് ശരിക്കറിയാഞ്ഞിട്ട് അതേ ദാമൂൻ ജോസും അല്ല. അറിയാം, പുതിയറിയാം. തിയേറ്ററിൽ പ്രശ്നത്തേക്ക് അടിച്ച പരിചയം പിടിക്കും. പോലെ ആ കേശു, AC തിയേറ്റർ ഒന്നും വേണ്ട. വേണ്ടി വന്ന ഈ തിയേറ്ററിൽ തന്നെ പണം തിരിച്ചു മറിച്ചോട്ട് കാണും. നീ നോക്കിക്കോ. വണ്ടി വിട. ഈ കള്ളകൃഷ്ണി കള്ള കൊച്ചാപ്പിനി ഇനിയും ഞാൻ ശിക്ഷിച്ചു. ഇതെന്റെ ഒരു മൗലികമായിട്ടുള്ള അവകാശമല്ലേ കുഞ്ഞമ്പതായർ? അതെ. ജീപ്പിലെ കയറ്. ജീപ്പിൽ എന്താ വിശേഷം? തന്നെ SI വിളിക്കുന്നു. പുതിയ SI? അതെ. പുതിയ SI എത്ര? എന്തെങ്കിലും നിയമവശങ്ങൾ ചോദിക്കാനായിരിക്കും. പറഞ്ഞു. നിങ്ങളൊക്കെ പുതിയ പിള്ളേരാണല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഓടിയതല്ലാന്ന് നിങ്ങൾ തള്ളിയപ്പോ ആ ഊക്കൊണ്ട് ഞാൻ പോയതാ. ഞാൻ ഓടിയതല്ല. ഒരു റിട്ടയർഡ് പോലീസുകാരന് നാട്ടുകാരെ ചീത്ത പറയാനും തല്ലാനും വകുപ്പുണ്ടോ? റിട്ടയർഡ് അല്ലാത്ത പോലീസുകാരന് നാട്ടുകാരെ തല്ലാനും കൊല്ലാനും ഉരുട്ടാനും വകുപ്പുണ്ടോ? വകുപ്പൊന്നും തന്നെ പഠിപ്പിക്കണ്ട. താൻ കൃഷ്ണ മുതലാളിയും കൊച്ചാപ്പി മുതലാളിയും ചീത്ത വിളിച്ചോ? വിളിച്ചു. കള്ളകൃഷ്ണനും കള്ള കൊച്ചാപ്പി ഞാൻ ചീത്ത വിളിച്ചു. അതെന്റെ മൗലികമായിട്ടുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്കത് അനുവദിച്ചെന്നുണ്ട്. വായിച്ചിട്ടില്ലേ? നിർത്തോ. കൃത്യനിർവഹണത്തുള്ള ഈ പാവം പോലീസുകാരനെ താൻ കുരങ്ങാൻ വിളിച്ചില്ലേ? എങ്ങനെ? താൻ ഇയാളെ കുരങ്ങാൻ വിളിച്ചില്ലേന്ന്? വിളിച്ചു. എന്താ വിളിച്ചേ? ഇയാളുടെ ചില ചേഷ്ടകളും ഗോഷ്ഠികളൊക്കെ കണ്ടപ്പോ ഞാൻ ഇയാളെ കുരങ്ങാന്ന് വിളിച്ചു. സാറൊന്ന് സൂക്ഷിച്ചു നോക്കി, ഇയാൾക്ക് കുരങ്ങന്റെ ചായയില്ലെന്ന്. ആ മതി. മേലില് പോലീസുകാരനെ കുരങ്ങാന്ന് വിളിച്ചാ അടിച്ചതിന്റെ പല ഞാൻ കുഴിക്കും. ഇനി വിളിക്കടോ? ഇല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, കുരങ്ങനെ പോലീസുകാരെന്ന് വിളിക്കാൻ പറ്റുമോ? അത് എന്തുകൊണ്ടോ വിളിച്ചോ. പോലീസുകാരെ ഞാൻ പോട്ടെ പോലീസേ, പോട്ടെ. താനേ അങ്ങനെ മിടുക്കനായിട്ട് പോണ്ട. ഇയാളെ ലോക്കപ്പിൽ 2 കൂടെ നിക്ക്. എനിക്ക് അങ്ങനെ കിട്ടുന്നോണ്ടൊരു വിരോധമുള്ള ആളാണ്. സ്ഥാപനത്തിൽ നമ്മൾ എന്തോരം ആൾക്കാരെ കൊണ്ടുവന്ന് പെരുമാറിയിട്ടുള്ളതാ. നിങ്ങൾക്ക് അങ്ങനെ വേണിച്ച ഓരോരുത്തരായിട്ട് വാ. SIനെ വിളിക്കടാ. എന്റെ അമ്മേ, എങ്ങോട്ടേക്കാ ചേട്ടാ പോണ്ടേ? കോട്ടയ്ക്കലേക്കോ അതോ പ്രതിചികിത്സാ കേന്ദ്രത്തിലേക്കോ? നിന്റെയൊക്കെ വർത്താനം കേട്ടാത്തൊന്നും ഞാൻ ഏതാണ്ട് കൊലപാതകം നടത്തിയിട്ടോ ഭവനവേദന നടത്തിയിട്ടോ പോലീസുകാരെ പിടിച്ചോണ്ട് കാണുന്നു. എന്തായാലും സ്റ്റേഷനിൽ കയറി നാണക്കേടായി പോയി. 10-30 കൊല്ലം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറന്നപ്പോ നിനക്ക് നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാവുക? അന്നിങ്ങനെ ഉരുട്ടി വിഴുങ്ങല്ലോ. പുതിയ SI സ്ഥലം മാറി വന്നപ്പോ അയാൾക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പുതിയ SI കേശൂരുടെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ്. നിന്റെ തന്തയെ മര്യാദയ്ക്ക് വളർത്തണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാടാ കൊച്ചനെ എന്നാണല്ലോ. അതെ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഇത് അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമാണ്. അന്ന് നീ പബ്ലിസിറ്റി എന്ന് പറഞ്ഞ് ഇവന്റെ പിന്നാലെ വന്നപ്പോ ഞാൻ തീരുമാനിച്ചതാ ഇവൻ പിച്ചപ്പാലെടുക്കുന്നു. അത് നടന്നല്ലോ. എന്തായിരുന്നു അന്ന്? ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാ കേസിൽ ഇന്ന് മുതൽ പ്രദർശനം ആരംഭിക്കുന്ന പുതിയ മലയാള ചിത്രം ഊഹക്കച്ചവടം. ഹലോ കോംറേഡ്സ്, പ്ലീസ് വെയിറ്റ്. ഞാൻ സ്ഥലത്തില്ലെങ്കിലും വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. കോഴിക്കോട് സംഘം തിയേറ്ററില് സെക്കൻഡ് ഷോക്ക് പോയിരുന്നു. ഇന്നലെ അത്തിപ്പാറ AC തിയേറ്ററിന് വിളിക്കാൻ വന്നിരുന്നു. അങ്ങോട്ട് പോകാനിരിക്കുമ്പോഴാണ് ഇവിടുത്തെ വിവരമുണ്ട്. അവനോട് പോകാൻ പറഞ്ഞു. നേരെ ഇങ്ങോട്ട് പോന്നു. ഇത് പിന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കാക്കന്റെ കേസല്ലല്ലോ. 3 മണിക്കല്ലേ മാറ്റി. ജബാറേ, നീ ഒന്ന് അങ്ങോട്ട് നോക്കി. അത് അസിസ്റ്റന്റ് അല്ല ജബ്ബാറേ, പുതിയ ഓപ്പറേറ്ററാ. തമാശ. ജബാറേ, ഇത് നശിക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ സ്ഥാപനമല്ല. അല്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ സകല തരികടയും കളി അറിയാവുന്ന ഞങ്ങള് നിന്നെ ഓപ്പറേറ്ററായിട്ട് വെക്കുവോ? അല്ല, നീ തന്നെ പറ, വെക്കുവോ? ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനത്ത് നീയാണെന്ന് വിചാരിക്കുക. ഇതുപോലുള്ള ഒരാൾ ഓപ്പറേറ്ററായിട്ട് നീ വെക്കുവോ? ഇല്ലല്ലോ, ഒരിക്കലും. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളാണ്, അല്ല നിന്റെ സ്ഥാനത്ത് നീയും. അപ്പൊ പിന്നെ നിന്നെ ഇവിടെ ഓപ്പറേറ്ററായിട്ട് വെക്കാൻ കൊള്ളുവോ ജബ്ബാറേ? അല്ല, നീ തന്നെ പറ, കൊള്ളുവോ?
വേണമെങ്കിൽ ചക്ക. വേണ്ടെങ്കിലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നെ ഇവിടെ ഓപ്പറേറ്റർ ആയിട്ട് വെക്കാൻ ശരിയാകാൻ പോണില്ല. ജബ്ബാറേ, നീ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് അങ്ങോട്ട് ഇറങ്ങിക്കേ. ചെല്ല്. അപ്പൊ ശരി. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണതു നീ തന്നെ. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണത്. പോയതൊക്കെ പോട്ടെ, അതോർത്ത് നീ വിഷമിക്കണ്ട. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യ? നീ ആ പ്രഭാകരനെ കണ്ടൊരു വിസ ശരിയാക്കാൻ നോക്ക്. ഗൾഫിൽ പോവാനാ? പിന്നെ കക്കൂസി പോകാനാണോ വിസ? അങ്ങറ്റാ, നീ ഒരു പൈന്റിന് 2 ഗ്ലാസും എടുത്ത്. സോഡ വേണ്ടേ? ആ സോഡയും. ഇവിടെ കള്ള് മാത്രമേ കിട്ടൂ. അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ രീതി. എന്നാര് പറഞ്ഞു? അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അറിയുന്നതെല്ലാം ശരിയാകണമെന്നുണ്ടോ? എന്താ ശരിയായില്ല? ശരിയല്ല, അതുകൊണ്ട് തന്നെ. ഒരുമാതിരി കാണാവണ വർത്താനം പറയരുത്. നക്കാപ്പിച്ച വല്ലതും വേണമെങ്കിൽ കൂടുതൽ മേടിച്ചോ. നീ സാധനം ഇവിടെ ഇല്ല. ഉണ്ടോ ഇല്ലെന്ന് ഞാനൊന്നും നോക്കട്ടെ. ആയില്ല. എന്തായില്ല? ഞങ്ങൾ തമ്മില നമ്പർ ഇറക്കല്ല തങ്കച്ചാ. മര്യാദക്കല്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ ഷാപ്പ് കൂടെ കാണത്തില്ല. മുതലാളി കളി എന്താ കളിച്ചാല് അടിച്ച് പല്ല് തീർപ്പിക്കും. ഓഹോ